നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരാമർശിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടുള്ള ഒരാൾ തന്നെയാണ് പാർവതി തിരുവോത്ത്. നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പ് നമ്മുടെ നടി ഭാവന ആക്രമിക്കപ്പെട്ട സംഭവത്തിലാണെങ്കിലും മുന്നോട്ട് വന്ന് അല്ലെങ്കിൽ അമ്മ സംഘടനയെ നല്ല രീതിയിൽ വിമർശിച്ച് അല്ലെങ്കിൽ ഒരുപിടി നല്ല സിനിമകൾ തന്നിട്ടുള്ള ഒരാളാണ് പാർവതി തിരുവോത്ത്. ഇപ്പൊ പാർവതി തിരുവോത്ത് തനിക്ക് താൻ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ പുറത്തേക്ക് വന്ന് പറയുകയാണ്. തന്റെ കൂടെ ആരും സെൽഫി എടുക്കുന്നില്ല, അല്ലെങ്കിൽ തനിക്ക് കൃത്യമായിട്ട് അവസരങ്ങൾ കിട്ടുന്നില്ല, തനിക്ക് ആരും മുഖം പോലും തരുന്നില്ല എന്ന്. അപ്പൊ എന്തായിരിക്കും ഈ പാർവതിയുടെ അവസ്ഥയ്ക്ക് ഒരു കാരണം? എനിക്ക് തോന്നുന്നു ഭാവനയുടെ വിഷയം വന്നതിന് ശേഷമാണ് സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് നിയമം വന്നത്. അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ വനിതകൾ അനുഭവിക്കുന്ന, സ്ത്രീകൾ അനുഭവിക്കുന്ന ആ ഒരു ടൈം ആയിരുന്നു പാർവതിയുടെ ഏറ്റവും പീക്ക് ടൈം. ഒരുപാട് നല്ല സിനിമകൾ പാർവതിക്ക് ഉണ്ടായിരുന്ന സമയമായിരുന്നു. അതെ, അതിനുശേഷം പാർവതിയെ പലപ്പോഴും സിനിമയിൽ അകത്തുള്ള ആളുകൾ തഴയുകയുണ്ടായി. അത് പാർവതി തന്നെ പലപ്പോഴും വന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമാ മേഖല ഒരു കോക്കസിന്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗം മാത്രമാണ് ഇപ്പോൾ സിനിമാ മേഖല കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പാർവതി ഡയറക്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ പാർവതിയെ പിന്തുണച്ചും പല താരങ്ങളും അന്നും വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മൾ ഒരു കാലഘട്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായി തന്നെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നുണ്ട്. കാരണം ഇന്ന് സിനിമാ മേഖലയിൽ നിർമ്മാതാക്കളുടെ സംഘടനകൾ തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരുന്നു സുരേഷ് കുമാർ വന്നിട്ടൊരു പത്രസമ്മേളനം നടത്തിയത്. അതിനെതിരെ ആന്റണി പെരുമ്പാവൂർ രംഗത്തേക്ക് വരുന്നു. ആന്റണി പെരുമ്പാവൂരിനെതിരെ വീണ്ടും സിനിമാ മേഖലയിലെ സംവിധായകരെല്ലാം കൂടെ രംഗത്തേക്ക് വരുന്നു. അങ്ങനെ മുഴുവനാണ് പിന്നീട് ആന്റണി പെരുമ്പാവൂരിനെ തള്ളി പറയുന്നത്. അല്ല, അപ്പോൾ തന്നെ ആന്റണി പെരുമ്പാവൂരിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് വരുന്നുണ്ട്. അതായത് പൃഥ്വിരാജ് ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ഒരുപാട് മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് ആന്റണി പെരുമ്പാവൂർ. പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ സുരേഷ് കുമാർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ സിനിമകളും ഒരേപോലെ വിജയിക്കണമെന്നാണ്. അത് എവിടെ നടക്കും? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് എല്ലാ സിനിമകളും ഒരേപോലെ വിജയിക്കണമെന്ന്. നല്ല കഴിവുള്ളവൻ നല്ലൊരു സംവിധായകനെ വെച്ച്, നല്ലൊരു കഥ, നല്ലൊരു ക്രൂവിനെ വെച്ച് സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് ജനങ്ങൾ കാണും. പക്ഷെ പാർവതിക്ക് ഒരിക്കലും ഒരു കഴിവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവര് അഭിനയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവര് ഒരു പീക്ക് ഓഫ് ടൈമിൽ എത്രയോ നല്ല സിനിമകളായിരുന്നു. പാർവതിയുടെ ഒരു ടൈം എന്ന് തന്നെ പറയാൻ പറ്റും. ഏത് സിനിമ എടുത്തിട്ടുണ്ടെങ്കിലും പാർവതി നല്ലൊരു നടി തന്നെയാണ്, അതിന് ആർക്കും ഒരു സംശയമില്ല. നമ്മൾ ഉള്ളൊഴുക്കിലേക്ക് അവരുടെ അഭിനയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല അഭിനയമാണ്, നല്ല അഭിനയമൊക്കെയുള്ള ഒരു താരം തന്നെയാണ് പാർവതി തിരുവോത്ത്. പക്ഷേ സിനിമാ മേഖല എന്ന് പറയുന്നത് പാർവതി തിരുവോത്ത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സിനിമയെ ഫണ്ട് ചെയ്യുന്നത് മാത്രമല്ല, സിനിമാ മേഖലയെ മൊത്തത്തിൽ അട്ടിപ്പേറവകാശം പറഞ്ഞു വെച്ചേക്കുന്ന കുറെ ആളുകളുണ്ട്. ഇവരാണ് ഇപ്പോഴും സിനിമയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് സിനിമയിൽ വരണം, ആര് സിനിമയിൽ വരണ്ട എന്നുള്ള ഇപ്പോഴും ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നൊരു മേഖല തന്നെയാണ് സിനിമ. പണ്ട് തിലകൻ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തിലകനെ വിലക്കിയ സമയത്ത് ആരാണ് തിലകനെ വിലക്കുന്നതെന്ന് തിലകൻ പരസ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും സിനിമാ മേഖലയിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നാണ് പാർവതി തിരുവോത്ത് പറയാതെ പറഞ്ഞു വെക്കുന്നത്. അതെ, കാരണം തിലകന്റെ കാര്യം തന്നെ നമുക്കറിയാം. തിലകൻ എന്ന് പറയുന്നത് ഒരു മഹാനടൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ്. അയാളെ ഒരു സുപ്രഭാതത്തിൽ ഒരു സിനിമയ്ക്ക് പുള്ളിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. പുള്ളി ഏത് കഥാപാത്രം ചെയ്താലും അത് അടിപൊളിയാണ്. കാരണം അത്രത്തോളം വലിയൊരു നടൻ. തിലകനെ ആളുകൾ ഓർത്തു വെക്കുന്നുണ്ട്. ആ ഒരു മനുഷ്യനെ അന്ന് സിനിമാ മേഖല ഒന്നടങ്കം ഒരാള് PR വർക്ക് പോലും ചെയ്യാതെ തന്നെ തിലകനെ ഇപ്പോഴും ഇവിടെ സ്മരിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. തിലകൻ അന്ന് പറഞ്ഞ പല വിഷയങ്ങളും ഇന്ന് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യപ്പെടുന്നില്ലേ സിനിമാ മേഖലയിൽ? ഇന്ന് പല ശേഷവും ഷമ്മി തിലകനും വന്ന് പറഞ്ഞു. അന്ന് എന്റെ അച്ഛൻ പറഞ്ഞ ഡയലോഗുകൾ ഇപ്പൊ വീണ്ടും പൊങ്ങി വരുന്നുണ്ട്. അന്നേ അദ്ദേഹം പറഞ്ഞതാണ് ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന്. അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇന്ന് സിനിമാ മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. ഇന്ന് നിർമ്മാതാക്കൾ തമ്മിൽ ഈ സംഘർഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പാർവതി തിരുവോത്ത് ഇതുപോലെ വന്ന് പറയുകയാണ്, ഇന്ന് എന്നെ ആർക്കും വേണ്ട, എന്നെ ആരും സിനിമയിലേക്ക് പോലും ക്ഷണിക്കുന്നില്ല, നല്ല അവസരങ്ങൾ എനിക്ക് ആരും തരാൻ തയ്യാറാകുന്നില്ല എന്ന് പാർവതി തിരുവോത്ത് പറയുന്നതിന് പ്രധാനപ്പെട്ട അടിസ്ഥാനം ഇതാണ്. സിനിമാ മേഖല ഇന്നും ഭരിക്കുന്നത് ചില ആളുകളുടെ കയ്യിൽ തന്നെയാണ്. അവരാണ് ഇന്നും സിനിമാ മേഖല കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്. പക്ഷെ അവരെ അതിനെ ഡിഫീറ്റ് ചെയ്ത് പറയുന്ന ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ പാർവതിക്ക് ചേരുന്ന കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലേ പാർവതിക്ക് അത് കിട്ടുള്ളൂ. അല്ലാതെ പാർവതിക്ക് വേണ്ടിയിട്ട് ഒരു സിനിമയൊന്നും കൊണ്ടു കൊടുക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ്. അപ്പോഴാണ് നമ്മൾ ഈ തിലകന്റെ കാര്യം ആലോചിക്കുന്നത്. തിലകൻ അന്ന് ചെയ്യാൻ പറ്റാത്ത ഏത് കഥാപാത്രമായിരുന്നു തിലകനെ വിലക്കിയപ്പോൾ ഉണ്ടായിരുന്നത്? അത് തന്നെയല്ലേ ഇവിടെ ഉള്ളത്. പാർവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വ്യത്യസ്ത കഥാപാത്രങ്ങളാണ്. ഈ രാച്ചിയമ്മ പോലത്തെയുള്ള കഥാപാത്രങ്ങളെല്ലാം എന്ത് മനോഹരമായിട്ടാണ് ചെയ്തത്. ഇനിയിപ്പോ ആർട്ട് ക്ലാസിക് ഫിലിം ആണെങ്കിൽ ഉള്ളവർക്ക് എടുക്കാം. എത്രയോ സിനിമകളാണ് എല്ലാ തരത്തോളം ഒരു ക്യാരക്ടേഴ്സിനെ
ആ കൈകളിൽ സുരക്ഷിതം എന്ന് തന്നെ പറയാം. അതേപോലെ ആകെ പാർവതി ഇവരോടൊപ്പം ചെയ്യുന്നത് മനോരഥങ്ങളാണ് MDയുടെ. അതിനകത്തിലെ തന്നെ എത്ര മനോഹരമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് എവിടൊക്കെയോ വിലക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയോ ഇതിന്റെ പിന്നിൽ ചരട് വലിക്കുന്നുണ്ട്. ഇവർക്ക് ഈ അവസരങ്ങൾ കിട്ടരുത്, ഇവരിങ്ങനെ ഒതുങ്ങി പോകണം എന്ന രീതിയിലേക്ക്. എന്ത് തന്നെയാണെങ്കിലും സിനിമാ മേഖലയ്ക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകട്ടെ, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, നല്ല നല്ല കലാകാരന്മാർ സിനിമയിലേക്ക് വരട്ടെ. അത് തന്നെയാണ് സിനിമയ്ക്ക് എക്കാലത്തും നല്ലത്.